തങ്കഭസ്മ കുറിയിട്ട തമ്പൂരാട്ടി നിന്റെ തിങ്കളാഴ്ച രാവിലെ പലിശക്കാരൻ അണ്ണാച്ചു ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ചേട്ടോ ഓ കൊച്ചുമണിയെ കണ്ടിട്ട് കുറച്ചായല്ലോ. ചേട്ടന്റെ അനന്തരക്കാരൻ കൊച്ചുമണി. അവൻ മിമിക്രി കളിക്കാൻ പോയാക്കണ്. എന്റെ പെങ്ങളുടെ മോനുണ്ട് ഒരുത്തൻ കൊച്ചുമണി. അവനിപ്പോഴും ഒരു പണിക്ക് പോകാതെ മിമിക്രി കളിച്ച് നടക്കുവോ, അതും ഈ 80 കാലഘട്ടത്തില്. അയ്യോ, കാലഘട്ടം രജിസ്റ്ററായേ. അയ്യോ അയ്യോ, ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കാലടി ആയിരുന്നേ, അല്ലാതെ കയ്യടി കിട്ടിയ ചരിത്രമില്ലല്ലോ. പരിപാടി കാലടി ആയിരുന്നു. എടാ, നീ പറഞ്ഞത് പരിപാടി നടന്ന സ്ഥലമാണോ അല്ലെങ്കിൽ പരിപാടിയുടെ അഭിപ്രായമാണോ? അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാൻ മിമിക്രിയിൽ എന്താ കാണിക്കണേ? അത് തന്നെ ഞാനും ചോദിക്കുന്നു. എന്തൊക്കെ കിടന്ന് കാണിക്കണേ? സ്റ്റാർ പറയും. നീയാ? എന്റെ പൊന്നിടാവേ, നീ സ്റ്റാർ പറയില്ലേ? ഇവൻ എവിടെയെങ്കിലും ചെന്ന് സ്റ്റാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്മിറ്റിക്കാർ വിടണമെങ്കിൽ ഞാൻ വേറെ സ്റ്റാർ പറയണം. അതേത് സ്റ്റാർ? എന്റെ പൊന്ന സ്റ്റാറുമാര്, എന്റെ കൊച്ചുമണി പാവ, എന്റെ കുഞ്ഞിനെ എനിക്ക് നാട്ടിക്കല് മാമാ. എന്നാ പിടിച്ചോ, ഉറക്കോളച്ച പൈസയാണേ ഇതാ. ഇതെന്നെ കാണിക്കണത്. അല്ല, ഉറക്കോളച്ച പൈസയല്ലേ, 10 മിനിറ്റ് കിടക്കട്ടാ. അതല്ല പറഞ്ഞത്. മാമൻ അങ്ങനെ എന്നെ കളിയാക്കിക്കൊണ്ട് പോകണ്ട. എന്റെ കൂടെ പ്രോഗ്രാം ചെയ്ത ജയറാം ഇപ്പൊ സിനിമയിലാ. അപ്പൊ പരിപാടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നിന്റെ കൂടെ പ്രോഗ്രാം കളിക്കുന്ന വേറൊരു പുള്ളി ഉണ്ടല്ലോ, താടി വെച്ചിട്ട്. അതാരി? അത് മനസ്സിലായില്ലേ എനിക്ക്? ഈ കാലും വെച്ചാറിട്ട് കേട്ടിട്ട് കൈയും കൊണ്ട് വലിച്ചെടുക്കൂല ഇങ്ങനെ. ഓ, കെ.എസ്. അയ്യോ, അസാധ്യ കലാകാരനാ പുള്ളി. കഴിഞ്ഞ ദിവസം ഒരു സ്കിറ്റിന് ക്ലൈമാക്സ് പറഞ്ഞു. ഈ ക്ലൈമാക്സ് നമുക്ക് 2025 സ്കിറ്റിലും അടിക്കാം. അതേത് ക്ലൈമാക്സ്? അത് കൊള്ളാം. അപ്പൊ പുള്ളി അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളൂ. പക്ഷെ നിന്റെ കാര്യം കഷ്ടോ. എന്റെ മാമാ, എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമയാണ്. അതിനുള്ള വഴിയാ ഇത്. എന്റെ ദൈവമേ, കഷ്ടം വഴി സിനിമക്കാരനെ ആദ്യമായിട്ടാ കാണുന്നത്. അതല്ലെന്ന്, ഈ ഫ്ലാസ്കിലെ വെള്ളം കണ്ട കോടമ്പക്കത്തെ പൈപ്പിലെ വെള്ളമാണിത്. ഇതെന്തിനാണ് നീ കൊണ്ടു നടക്കുന്നത്? എന്റെ മാമ, ഈ പൈപ്പ് വെള്ളം കുടിച്ചവരെല്ലാം സിനിമയെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എടാ പൊന്നുമോനെ, നീ ആ വെള്ളം കുടിക്കല്ലേ. നിന്റെ മൂത്ത മാമൻ ഇതേപോലെ സിനിമാ പ്രാന്ത് പിടിച്ചിട്ട് അവിടെ പോയി വെള്ളം കുടിച്ചതാ. പിന്നെ ഇടുക്കിയിലാ കണ്ടത്. അവിടെ ഷൂട്ടിങ്? അല്ലല്ല, പിന്നെ പുള്ളിയുടെ വയറ്റിൽ നിന്നല്ലേ കറണ്ട് പോയിരുന്നത്. അതിനും മാത്രം വെള്ളം പുള്ളി അവിടെ കുടിച്ചു കൂട്ടി. എന്നിട്ട് എന്തെങ്കിലും ആയോന്തോ? 3 പ്രാവശ്യം കോളറയായി, മഞ്ഞപ്പിത്തമായി, മലമ്പനിയായി. ഇപ്പൊ അമ്മായിക്ക് വേറൊരു ഭർത്താവ് പോയി. എന്റെ മാമോ, അത് നിന്റെ ആണെന്ന് എനിക്കറിയാലോ. എന്നെ വിളിച്ചതാണ്. എനിക്ക് എപ്പോ വേണമെങ്കിലും വിളി വരും. ഇന്നലെ രാത്രിയിലും വിളി വന്നു. ഞാൻ കേട്ടായിരുന്നു. അതല്ലേ ഞാൻ നിന്റെ അടുത്ത് കിടന്നിട്ട് പിന്നെ എഴുന്നിട്ട് വരാന്തേ പോയി കിടന്നു. എന്റെ ദൈവമേ, സിനിമയെന്ന് വിളി വന്നിരുന്നു. മാമൻ നോക്കിക്കോ, ഞാൻ ആദ്യം മലയാള സിനിമയെ പിടിച്ചു കയറും, പിന്നെ ഹോളിവുഡ്, ജോളിവുഡ്, ബോളിവുഡ്. എടാ, ആദ്യം നീ കിടക്കണ കട്ടിലേൽ ഒരു ഫ്ലൈവുഡ് മേടിച്ചു വെക്കും. നീ ആ കയറുള്ള കട്ടിലേൽ മലന്ന് കിടക്കുമ്പോണ്ടല്ല, ഞായറാഴ്ച മാർക്കറ്റിൽ ഇറച്ചി തൂക്കിയിട്ടാക്കണ ഫീലാ. ഞാനത് തുടച്ചു വൃത്തിയാക്കാൻ വേണ്ടി ചാരി വെച്ചപ്പോ അപ്പുറത്തെ വീട്ടിലെ സുധാകരൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഇതെന്താ നിങ്ങളുടെ പിറവണി തുടങ്ങിയോ പുതിയ കട്ടള ചാരി വെച്ചിട്ടുണ്ടല്ലോ. സുധാകരനെ പറ്റി വേണ്ടി പോരുത്. എന്റെ കലാജീവിതം നശിപ്പിക്കാൻ നടക്കുന്നവൻ അവൻ. അവനെന്ത് ചെയ്തടാ? എന്റെ മാമ, കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേജിലില്ലേ ഫീമെയിൽ വേഷം കെട്ടി ഇങ്ങനെ നിക്കുവാ. അവ സ്റ്റേജിൽ കയറി വന്നിട്ടേ എന്റെ ബ്ലൗസും വലിച്ചു കയറി എന്റെ ചെവിക്കൽ ഒറ്റ അടി. എങ്ങനെ അടിക്കാതിരിക്കും? അവൻ റബ്ബർ വെട്ടാൻ പറ്റിരുന്ന 2 ചിരട്ട വെച്ചിട്ടാ ഇവ ഫ്രീമെയിൽ ചെയ്യണത്. ഒരാഴ്ചത്തെ അവന്റെ പണി കളഞ്ഞ ഇവനെ തന്നെയല്ല കൊല്ലണ്ടേ? അത് വേണേ പോട്ടെ, പക്ഷെ അടുത്ത സ്റ്റേജ് തൊട്ട് ഞാൻ പുതിയൊരു ഫീമെയിൽ ചെയ്യുന്നുണ്ട്. എന്റെ ദൈവമേ, ഇനിയും ഏത് ഫീമെയില്? കിടത്തിനാട്ടും മാക്കം. കൊള്ളാം. ഇപ്പൊ അവന്റെ 2 ചിരട്ടേ പോയിട്ടുള്ളൂ. ഇനി അവന്റെ റബ്ബർ ഷീറ്റ് കൂടി എടുത്ത് വെക്കാനാണ് ഈ മാക്കത്തിന്റെ പരിപാടി. മാമ, എനിക്ക് വേണം. എന്ത് മാക്കോ? അല്ല, മാമന്റെ അനുഗ്രഹം. അനുഗ്രഹിച്ചിരിക്കുന്നു. സന്തോഷമായി. എന്തിനാ മാമ ഇത്ര പെട്ടെന്ന് താടി വന്നാ? താടി വന്നല്ലേ, ഞാൻ തിരിഞ്ഞു. എന്നാലും എന്നെ അനുഗ്രഹിച്ചില്ലേ? ഇല്ല, എന്റെ പട്ടി അനുഗ്രഹിക്കുന്നില്ല. ചുമ്മാതല്ല, നിങ്ങൾക്ക് യാതൊരു സെന്റിമെന്റ്സും ഇല്ലാത്തത്. സെന്റിമെന്റ്സ് ഇതെന്താ ഇത്? എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് മൊത്തം ഞാൻ പറഞ്ഞു തീർത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണേ, എനിക്ക് സെന്റിമെന്റ്സ് എന്ന് പറയുന്ന സാധനമില്ല. ഈ സെന്റിമെന്റ്സ് ഇല്ലാത്ത മാമനാണ് മഴ പെയ്യുമ്പോ അപ്പുറത്തെ വീട്ടിലെ പറമ്പിൽ പോയി നിൽക്കുന്നത്.
എടാ അതെന്നെ കൂടി പഠിച്ച ജലജനെ കാണാനായിട്ടാ. എന്റെ ദൈവമേ, ജലജ പഠിച്ചിട്ട് 10-25 വർഷമായി. അവിടെ വെച്ച തെങ്ങാണെങ്കിൽ വളർന്ന് വലുതായി. എന്നിട്ട് ഈ മഴ പെയ്യുമ്പോ നിങ്ങൾ ഇതിന്റെ തെങ്ങ പോയി നോക്കണത്? മോനെ, തെങ്ങാണെങ്കിലും ജലജ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ചേല. ചുമ്മാതല്ല ജലജ ഭർത്താവ് നിങ്ങൾ കൂമ്പിട്ട് കുത്തണത്. അത് പരവശം മൂത്തപ്പോ ഞാൻ 2 കരിക്കിളക്കാൻ നോക്കിയതാ. ഓ, ഇങ്ങനത്തൊരു ഞരമ്പൻ. നീ അങ്ങനെ മോശപ്പെടുത്തി പറയുന്നും വേണ്ട. തടി കയറി പോണ ലോറിയിലെ പുറകില് സാരി തുണി കെട്ടിയപ്പോ എനിക്ക് ഇതുപോലൊരു പെണ്ണ് മതിയെന്നും പറഞ്ഞുകൊണ്ട് ആ വണ്ടിയുടെ പുറകെ നിലമ്പൂര് വരെ ഓടിയവനാ ഇവൻ. അവനാ സിനിമക്ക് പോണ്. സിനിമ സിനിമ അങ്ങനെ പുച്ഛിക്കരുത്. സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ചോറാ. എടാ ആ ചോറില് മണ്ണ് വാരിടാനാണ് ചേട്ടാ നീ ഇപ്പൊ പോണത്. മാമൻ നോക്കിക്കോ. TK രാജീവ് കുമാർ എന്ന് പറയുന്ന സംവിധായകൻ മിമിക്രിക്കാരന്റെ കഥ പറയുന്ന ചാണക്യ എന്ന് പറയുന്ന സിനിമ പിടിക്കുന്നുണ്ട്. എനിക്ക് അദ്ദേഹം കത്ത് വായിച്ച് ഈ കത്തും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഞാനാണ് ആ സിനിമയിലെ നായകൻ. എന്നിട്ട് ആ കത്ത് അവിടെ വെച്ച് അതാ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മേശപ്പുറത്താ? അയ്യോ, ഈ കത്താണ് ആ കത്ത്. നോക്കട്ടെ. ടു കൊച്ചിൻ കൊച്ചുമണി ഫ്രം TK രാജീവ് കുമാർ. മാത്രമേ ഉള്ളൂ. എന്റെ ദൈവമേ, എന്റെ സിനിമാ ജീവിതം പോയേ. ഞാനിത് എന്ത് ചെയ്യൂ? കേടാ, ഇനി ഒന്നും ചെയ്യാനില്ല. എല്ലാം പറഞ്ഞു തീർന്നില്ലേ? എന്താ അടിച്ചോ?